الله الرحمن الرحيم. لو أراد الله أن يتخذ ولدا لاصطفى مما يخلق ما يشاء سبحانه هو الله الواحد القهار خلق السماوات والأرض بالحق يكور الليل على النهار ويكور النهار على الليل وسخر الشمس والقمر كل يجري لأجل مسمى ألا هو العزيز الغفار خلقكم من نفس واحدة ثم جعل منها زوجها وأنزل لكم من الأنعام 8 أزواج يخلقكم في بطون أمهاتكم خلقا من بعد خلق في ظلمات 3 ذلكم الله ربكم له الملك لا إله إلا هو فأنى تصرفون إن تكفروا فإن الله غني عنكم ولا يرضى لعباده الكفر وإن تشكروا يرضه لكم ولا تزر وازرة وزر أخرى ثم إلى ربكم مرجعكم فينبئكم بما كنتم تعملون إنه عليم بذات السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولله الأسماء الحسنى فادعوه بها وذروا الذين يلحدون في أسمائه سيجزون ما كانوا يعملون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. والله لا يرضى بكثرة فعلنا لكن بأحسنه مع الإيمان. وهو العلي يرى ويسمع خلقه من فوق عرش فوق 6 سمان. فيرى دبيب النمل في غسق الدجى ويرى كذاك تقلب الأجفان. വേദിയിൽ ഉപവിഷ്ടരായ കാരണവന്മാരെ, കേരള നദ്വത്തുൽ മുജാഹിദീന്റെ പ്രവർത്തകരെ,
ഈ പ്രദേശത്തെ ഈ സംരംഭം വീക്ഷിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, കേരള നദ്വത്തുൽ മുജാഹിദീന്റെ പ്രവർത്തകർ ഇവിടെ ഒരു വൈജ്ഞാന വേദി ഒരുക്കിയിരിക്കുകയാണ്. ലോകനിയന്താവിൽ നിന്ന് പരലോക മോക്ഷം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു സംരംഭമാണിത്. ഭൗതിക ലോകത്തെ ജീവിതം അന്ത്യമില്ലാത്ത കാലത്തോളമുള്ള പരലോക ജീവിതത്തിന് പാകപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു സംരംഭമാണ്. ഈ ഭൂമിയുടെയും വായുമണ്ഡലത്തിന്റെയും വാനലോകത്തിന്റെയും അധിപതിയായ റബ്ബുൽ ആലമീൻ ഈ പ്രവർത്തനം സ്വീകരിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് നിങ്ങളുടെ മുമ്പിൽ ഈ വേദി ഒരുക്കിയിരിക്കുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാവരോടും കടപ്പാടുള്ളവരാണ്. ഈ സമൂഹത്തിൽ പാവപ്പെട്ടവരോടും വ്യതയനുഭവിക്കുന്നവരോടും രോഗികളോടും കടം കൊണ്ട് വലഞ്ഞവരോടും ഇവിടെയുള്ള ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളോടും മാത്രമല്ല ഇന്ത്യ രാജ്യത്തിന് പുറത്തുള്ള ഇതര രാഷ്ട്രങ്ങളിലെ ജനവിഭാഗങ്ങളോടെല്ലാം കടപ്പാടുള്ളവരാണ് വിശ്വാസികൾ. പ്രത്യേകിച്ച് മുസ്ലിം സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും വിശ്വാസികൾ വളരെ അതിഭീകരമായ പ്രതിസന്ധിയെ തരണം ചെയ്യുന്ന സാഹചര്യമാണ്. ഈ പ്രയാസങ്ങളെയൊക്കെ അഭിമുഖീകരിക്കുന്ന വിശ്വാസികൾക്ക് ഉദാഹരണമായി പറയാം, റബ്ബിന്റെ മഹത്തായ ഒരു അനുഗ്രഹമാണ് ഈ ഇന്ത്യയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ റോഡ് സൈഡിൽ ഇതുപോലെ നിർഭയത്വത്തോടുകൂടെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഫെഡറൽ സംവിധാനം നമുക്ക് ഈ രൂപത്തിലുള്ള പ്രോഗ്രാം സംഘടിപ്പിക്കാൻ അംഗീകാരം നൽകുന്നത്. ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് മുസ്ലിങ്ങൾ അല്ല, ഹൈന്ദവരും അല്ല. മതേതരത്വ ജനാധിപത്യ സംവിധാനമുള്ള ഈ രാഷ്ട്രത്തിൽ ആർക്കും അവരുടെ ആദർശം പറയാനുള്ള അംഗീകാരം. എന്നാൽ ഈയിടെ നമ്മുടെ സഹോദരന്മാർ യൂറോപ്പിലും അമേരിക്കൻ ഐക്യനാടുകളിലുമൊക്കെയുള്ള നമ്മുടെ സുഹൃത്തുക്കളുമായി സംവദിക്കുമ്പോൾ ഈയിടെ ജർമ്മനിയിൽ നിന്ന് നമ്മുടെ സഹോദരൻ ദീനിന്റെ കാര്യം പ്രവർത്തിക്കാനും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അത് പ്രകടമാവുകയും ചെയ്തപ്പോൾ അവിടെയുള്ള നിയമപാലകന്മാർ അദ്ദേഹത്തെ ഉപദേശിക്കുകയാണ്. അതുപോലെ റഷ്യയിലുള്ള നമ്മുടെ വിദ്യാർത്ഥികൾ, മെഡിസിൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ പ്രയാസങ്ങൾ നമ്മളുമായി പങ്കുവെക്കുമ്പോൾ നമസ്കരിക്കാൻ തയ്യാറാകുന്നവർ അവരുടെ ബ്ലാക്ക് ലിസ്റ്റിലാണ്. അതുപോലെ ഇന്ന് നമ്മളുടെ ഏവരുടെയും ഹൃദയാന്തരാളങ്ങളിൽ വലിയ മുറിവേൽപ്പിച്ചതാണ് മഹാരഥന്മാരായ ഇമാം ഖുർത്തുബി പോലെയുള്ള നിരവധി അനവധി പണ്ഡിതന്മാരുടെ കേന്ദ്രമായ മുസ്ലിം സമൂഹത്തിന്റെ വൈജ്ഞാനിക സാംസ്കാരിക മേഖലയുടെ കേന്ദ്രമായിരുന്ന സ്പെയിൻ. ആ സ്പെയിനിൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ലോകത്ത് അറിയപ്പെട്ട ജാമിയ ഖുർത്തുബ് കോർഡോവയിലെ വലിയ വിശാലമായ മസ്ജിദ് ഇന്ന് നിലനിൽക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ മിഹ്റാബിനോട് ചേർത്തി ക്രൈസ്തവ സഹോദരങ്ങൾ അവരുടെ കുരിശ് നാട്ടിയിരിക്കുകയാണ്. സ്പെയിനിൽ നിരവധി ക്രൈസ്തവ സുഹൃത്തുക്കളുടെ ചർച്ചുകൾ മുസ്ലിം സഹോദരന്മാരുടെ മസ്ജിദുകളാണ്. ആ മസ്ജിദുകളിൽ കുരിശ് നിലനിൽക്കുന്നു. ഇന്ന് ജിബ്രാൾട്ടറിന്റെ തീരം മുതൽ യാത്ര പുറപ്പെട്ടാൽ ഏകദേശം 4-5 മണിക്കൂർ യാത്ര ചെയ്താൽ ഒരു മസ്ജിദ് കാണാൻ കഴിയും. ആ രൂപത്തിലേക്ക് ഇസ്ലാമിന്റെ കേന്ദ്രമായ സ്പെയിൻ തകർന്നുപോയി. സൗദി ഗവൺമെന്റിന്റെ ശ്രമഫലമായി ഇന്ന് സ്പെയിനിൽ റിയാദ് കാസ എന്ന് പറയുന്ന വിശാലമായ മസ്ജിദ് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിലും വിശ്വാസികൾക്ക് അവിടെയും സ്വൈരമായി പ്രബോധനം നടത്താൻ കഴിയുന്നില്ല. യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും അമേരിക്കയുടെയും ആഫ്രിക്കയുടെയും ഒക്കെ പല മേഖലകളിലും മുസ്ലിം സഹോദരന്മാർ പീഡിപ്പിക്കപ്പെടുകയാണ്. മാത്രമല്ല മുസ്ലിം സഹോദരങ്ങളുടെ ഹൃദയം പോലെ അവർ കാണുന്ന മസ്ജിദുൽ അഖ്സായിൽ
നാളെ നമ്മൾ ജുമുഅക്ക് നിർഭയത്വത്തോടെ പള്ളിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ സഹോദരന്മാർ ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് നമസ്കരിക്കാൻ പോകുമ്പോൾ അവരുടെ ദേഹപരിശോധന ഇസ്രായേലിന്റെ ആയുധധാരികളായ പട്ടാളക്കാർ അവരുടെ ദേഹപരിശോധന നടത്തിയിട്ടേ അകത്തേക്ക് കയറ്റുകയുള്ളൂ. ഈ രൂപത്തിൽ ആഗോളതലത്തിൽ മുസ്ലിം സഹോദരന്മാർ അതിഭീകരമായ പീഡനത്തിന് ഇരയാകുന്നു. ലോകത്തെ അഭയാർത്ഥി ക്യാമ്പുകൾ പരിശോധിച്ചാൽ ബഹുഭൂരിഭാഗം അഭയാർത്ഥി ക്യാമ്പുകളിലുള്ളത് മുസ്ലിം സഹോദരങ്ങളാണ്. ഇങ്ങനെ വലിയ പ്രയാസം അനുഭവിക്കുന്ന മുസ്ലിം സഹോദരന്മാർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ നമുക്ക് സാധിക്കും? പ്രസക്തമായൊരു ചോദ്യം നമ്മുടെ ഏവരുടെയും ഹൃദയാന്തരാളത്തിലേക്ക് വരികയാണ്. അതുപോലെ ഇന്ത്യയിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം പുറത്തിറങ്ങിയാൽ ഭൗതിക ലോകത്ത് മാനവ സമൂഹത്തിന് ജീവിക്കാനുള്ള നിയമ സംഹിതകളുടെ സമാഹാരമായ പരിശുദ്ധ ഖുർആനിന്റെ ആശയാദർശങ്ങൾ ചവിട്ടിമതിക്കുന്ന സമൂഹത്തിലേക്കാണ് നമ്മുടെ മക്കൾ ഇറങ്ങുന്നത്. ആ മക്കളെ സാംസ്കാരികമായി ധാർമ്മികമായി സംസ്കരിക്കാൻ കഴിയാതെ മാതാപിതാക്കളുടെ ഹൃദയം പൊട്ടുന്ന സാഹചര്യങ്ങൾ, ഇങ്ങനെ വലിയ അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന ഈ സാഹചര്യത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ രൂപത്തിലുള്ള 1000 പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുണ്ട് മാർഗം? മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചക ശൃംഖലയുടെ അവസാന പ്രവാചകനാണ്. മഹാനവറുകൾ മക്കയിലേക്ക് കടന്നു വന്നപ്പോൾ, പ്രബോധനവുമായി കടന്നു വന്നപ്പോഴുണ്ടായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ പ്രബോധനവുമായി കടന്നു വരുമ്പോൾ മഹാനവറുകൾക്കുണ്ടായ വളരെ ഭയാനകമായ രംഗം നമുക്കറിയാം. തന്റെ പെറ്റ മണ്ണിൽ നിന്ന് തന്നെ ആട്ടിയോടിക്കപ്പെടുന്ന, തന്റെ ജീവന് ഭീഷണിയാകുന്ന നിരവധി കഥകൾ അറിയുന്നവരാണ് നാം. ആ പ്രവാചകൻ തന്റെ പ്രബോധനത്തിന്റെ ആദ്യഘട്ടത്തിൽ പുറത്തിറങ്ങാൻ നിർവാഹമില്ലാതെ പ്രയാസപ്പെടുമ്പോൾ തന്റെ വീട്ടിനകത്ത് കയറി പുതപ്പിട്ട് മൂടി വിതുമ്പിക്കരയുന്ന സാഹചര്യത്തിൽ ഈ ലോകത്തിന്റെ നിയന്താവ് റബ്ബുൽ ആലമീൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്, യാ അയ്യുഹൽ മുസ്സമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു വൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീലാ ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്വൻ വഅഖവമു ഖീലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റബ്ബിന്റെ ആഹ്വാനം, നബിയേ, നിങ്ങൾ പുതപ്പെട്ട് മൂടി കിടക്കുന്നു, പ്രയാസം അനുഭവിക്കുന്നു. നിങ്ങൾ രാത്രിയുടെ സിംഹഭാഗം ഉണർന്നിരുന്നുകൊണ്ട് നിങ്ങളുടെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക, നമസ്കരിക്കുക, പരിശുദ്ധ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യുക. രാത്രിയിൽ ഉണർന്നിരുന്നുകൊണ്ട് നിങ്ങളുടെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളുടെ നാഥന്റെ മുമ്പിൽ നിങ്ങളുടെ വേവലാദികൾ നിങ്ങൾ സമർപ്പിക്കുമ്പോൾ, ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖവമു ഖീലാ, രാത്രിയിൽ ഉണർന്നിരുന്നുകൊണ്ടുള്ള ആ പ്രവർത്തനം, രാത്രിയിലെ തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ടുള്ള ആ പ്രാർത്ഥന, ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ ഉണർന്നിരുന്നുകൊണ്ട് നിങ്ങളുടെ നാഥന്റെ മുമ്പിൽ വിതുമ്പുന്ന ഹൃദയവുമായി കണ്ണുകളോടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന അഖ്വമു ഖീലാ. നബിയെ, അതിമഹത്തായ വാക്കാട് നിങ്ങളുടെ ആ പ്രാർത്ഥന. ആ സന്ദർഭത്തിൽ നിങ്ങൾ നിങ്ങളുടെ നാഥനോട് പറയുന്ന വാക്ക് വലിയ പരിഗണനയുള്ള വാക്കാണ്. ഒരു വിശ്വാസിക്ക് ഇത് മാത്രമാണ് പറയാൻ. ഈ ലോകത്തിന്റെ സൃഷ്ടാവായ റബ്ബിന്റെ മുമ്പിൽ നിങ്ങളുടെ പരാതി നിങ്ങൾ പറയുക. സകലമാന പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് പരിഹാരം നൽകുന്നവൻ അവൻ മാത്രമാണ്. കാരണം
നമ്മുടെ ശരീരത്തിലെ രക്തധമനികളിലൂടെ രക്തം സഞ്ചരിക്കുന്നു. നമ്മുടെ ബ്ലഡിന്റെ പ്രഷറും അതിലെ ഷുഗറും അതുപോലെ മറ്റ് ധാതുക്കളെല്ലാം നോർമലായി നല്ല രൂപത്തിൽ അവൻ നിയന്ത്രിക്കുന്നു. ഒരു സെക്കൻഡ് പോലും വിടാതെ ഈ പ്രപഞ്ചത്തിന്റെ അധിപതിയായ റബ്ബ് നമ്മുടെ കണ്ണിന്റെ കാഴ്ച നിയന്ത്രിക്കുന്നു, കാതിന്റെ കേൾവി നിയന്ത്രിക്കുന്നു. നമ്മുടെ ശരീരത്തിനുള്ള സ്പർശന ശേഷി ഒരു സെക്കൻഡ് പോലും പടച്ചതമ്പുരാൻ മറന്നതിന്റെ പേരിൽ, അവൻ ഉറങ്ങിയതിന്റെ പേരിൽ നമുക്ക് നഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെ ഒരു സെക്കൻഡ് പോലും വിടാതെ ഖയ്യൂമായ ആയത്തുൽ കുർസിയിൽ നമ്മൾ കേട്ടിട്ടില്ലേ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. എല്ലാം നിയന്ത്രിക്കുന്ന റബ്ബ്, എല്ലാം നിയന്ത്രിക്കുന്ന റബ്ബിന് നമ്മുടെ ഈ പ്രശ്നങ്ങൾക്ക് അവനൊരു പ്രയാസവും ഉണ്ടാവില്ല പരിഹാരം നൽകാൻ. അതുകൊണ്ട് ആ റബ്ബിനോട് പ്രാർത്ഥിക്കുക, ആ റബ്ബിനെ പഠിക്കുക, ആ റബ്ബിനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക. നിങ്ങൾക്കറിയില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ശുഭ്രവസ്ത്രധാരിയായ ഒരു മനുഷ്യൻ കടന്നു വരുന്നു. പ്രവാചകന്റെ അരികിൽ ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹം ചർച്ചയിടുന്നു, ഈമാനിനെ കുറിച്ച് ചർച്ചയിടുന്നു, അതുപോലെ ഇഹ്സാനിനെ കുറിച്ചും ചർച്ച ചെയ്യുന്നു. എന്താണ് ഇഹ്സാൻ? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നിന്റെ രക്ഷിതാവ് നിന്നെ കാണുന്നു എന്ന ബോധത്തോടെ, നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നു എന്ന ഓർമ്മയോടെ നിന്റെ രക്ഷിതാവിന് നീ ആരാധനാ കർമ്മങ്ങൾ അർപ്പിക്കലാണ് ഇഹ്സാൻ. റസൂലുള്ളാഹി പറയുകയാണ്, ഒരാളിൽ ഈമാൻ ഉണ്ടായി, ഒരാളിൽ ഇസ്ലാം ഉണ്ടായി. ഈമാൻ കാര്യങ്ങൾ 6ഉം ഇസ്ലാം കാര്യങ്ങൾ 5ഉം അവൻ പഠിച്ചു, പക്ഷേ അവന് ഇഹ്സാൻ ഇല്ലെങ്കിൽ അതുകൊണ്ട് ഫലമില്ലാതായി പോകുന്നു. ഇങ്ങനെ റബ്ബിനെ കൃത്യമായി ഉൾക്കൊള്ളാൻ കഴിയുക, ആ റബ്ബിനെ നമ്മൾ കാണുന്നു എന്ന രൂപത്തിൽ അവനിലേക്ക് അടുക്കാൻ കഴിയുക, ആ റബ്ബിനോട് നമ്മുടെ പരാതികൾ പറയുക, ആ റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കുക, കൃത്യമായി അല്ലാഹുവിനെ മനസ്സിലാക്കാനുള്ള ഒരു ബോധം നമുക്കുണ്ടാവുക. അതാണ് നമ്മൾ പറയുന്ന അഖീദ എന്ന് നിങ്ങൾ കേൾക്കാറില്ലേ? പ്രവാചക പരമ്പരയുടെ അവസാന കണ്ണിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതിഭീകരമായ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾക്കും തന്റെ പ്രാർത്ഥനയിലൂടെ പരിഹാരം മഹാനവറുകൾക്ക് നേടിയെടുക്കാൻ സാധിച്ചു എങ്കിൽ നമുക്കും അതേ മാർഗമേ ഉള്ളൂ. അല്ലാഹു അവന്റെ ഖുർആനിൽ പറഞ്ഞു, ഖുൽ മാ യഅബഉ ബികും റബ്ബീ ലൗലാ ദുആഉകും. നബിയെ തങ്ങൾ പറയൂ, എന്റെ രക്ഷിതാവ് നിങ്ങളെ വില വെക്കുകയില്ല നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ. നാം നമ്മുടെ രക്ഷിതാവിന് നന്നായി പ്രാർത്ഥനകൾ അർപ്പിക്കാൻ തയ്യാറായെങ്കിലേ അവൻ നമ്മെ വില വെക്കുകയുള്ളൂ എന്ന് ഖുർആൻ സൂറത്ത് ഫുർഖാനിലെ അവസാന വചനമാണ്. ആ റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ അവനെക്കുറിച്ച് നമുക്ക് എന്താണ് ബോധമുണ്ടാവേണ്ടത്? അവനിലുള്ള വിശ്വാസം എങ്ങനെയായിരിക്കണം? ഈ സംരംഭം ആവിഷ്കരിച്ചത് മുജാഹിദുകളാണ്. അതുകൊണ്ട് തന്നെ മുജാഹിദുകൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വസിച്ചതുപോലെയാണ്. അതുപോലെ ആദം അലൈഹിസ്സലാം വിശ്വസിച്ചതുപോലെയാണ്. നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം വിശ്വസിച്ചതുപോലെയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം വിശ്വസിച്ചതുപോലെയാണ്. അതുപോലെ കഴിഞ്ഞുപോയ ഖുർആനിൽ പറയപ്പെട്ടവരും പറയപ്പെടാത്തവരുമായ ലക്ഷക്കണക്കായ പ്രവാചകന്മാർ എങ്ങനെയാണ് അള്ളാഹുവിനെ വിശ്വസിച്ചത്, അതുപോലെയാണ് മുജാഹിദുകൾ വിശ്വസിക്കുന്നത് എന്ന് മുജാഹിദുകൾ പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിഭാഗം ആളുകൾക്കും നേതൃത്വം നൽകുന്ന പണ്ഡിത സഭ പറയുന്നു, അവരോടുള്ള എല്ലാ ആദരവുകളും ബഹുമാനങ്ങളും പരിഗണിച്ചുകൊണ്ട് തന്നെ ഗുണകാംക്ഷയോടുകൂടെ സൗഹൃദത്തോടുകൂടെ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുകളുണ്ടെങ്കിൽ വളരെ മാന്യമായി ചൂണ്ടിക്കാണിക്കാൻ ഒരു പ്രയാസവുമില്ല. കാരണം നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. മനുഷ്യന്മാർക്ക് പരസ്പരം ആശയവിനിമയം നടത്താൻ ഒരു പ്രയാസവുമില്ല. തലയിൽ തലച്ചോറുള്ള വിവേകമുള്ള ആളുകൾ, സംസാരിക്കാൻ കഴിവുള്ള ആളുകൾ നല്ല നിലക്ക് സൗഹൃദത്തോടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയ സമന്വയം നടത്താനുള്ള അവസരങ്ങൾ
അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, മഹാന്മാരായ പ്രവാചകന്മാർ എങ്ങനെയാണ് അല്ലാഹുവിനെ മനസ്സിലാക്കിയത്, അതുപോലെയാണ് മുജാഹിദുകൾ മനസ്സിലാക്കിയത്. അതിന്റെ ഏതാനും സാമ്പിളുകൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കാം. അതിനു മുമ്പായി ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ നൽകുകയാണ്. അതായത്, ഇവിടെ ബഹുഭൂരിഭാഗം ആളുകൾക്കും നേതൃത്വം നൽകുന്ന പണ്ഡിത സഭകൾ പറയുന്നത് വിശ്വാസപരമായി അശ്ശരി ത്വരീഖത്ത് സ്വീകരിക്കൽ നിർബന്ധമാണ്. അങ്ങനെ അശ്ശരി ത്വരീഖത്ത് പ്രകാരമാണ് അല്ലാഹുവിൽ വിശ്വസിക്കേണ്ടത് എന്ന് പറയുമ്പോൾ മുജാഹിദുകൾ പറയുന്നു, അശ്ശരി ത്വരീഖത്ത് എന്ന പേരിൽ ഇന്ന് അറിയപ്പെടുന്ന ഈ പ്രസ്ഥാനത്തിന്റെ ആദർശം അപകടകരമാണ്, വിശ്വാസ മേഖലയിൽ അതിഭീകരമായ വിള്ളലുണ്ടാക്കുന്നതാണ് എന്ന് ഈ സംഘടന മുജാഹിദ് പ്രസ്ഥാനം പറയുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്വന്തം വകയല്ല. അത് എങ്ങനെ പറയുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറയുമ്പോൾ. സഹോദരങ്ങളെ, മുജാഹിദുകൾ പറയുന്നത് അല്ലാഹുവിലുള്ള വിശ്വാസം കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാർ എങ്ങനെയാണ് അല്ലാഹുവിനെ മനസ്സിലാക്കിയത്. ഉദാഹരണമായി പറയട്ടെ, അല്ലാഹുവിനെ സംബന്ധിച്ച് റസൂലുള്ളാഹിയുടെ അരികിലേക്ക് ഒരു പെൺകുട്ടിയെ കൊണ്ടുവരികയാണ്. ഇവൾ മുഅ്മിനത്താണോ കാഫിറാണോ എന്നറിയണം. അതിന് പ്രവാചകൻ ചോദിക്കുന്നു, മോളെ അയ്നല്ലാഹ്, അല്ല എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ആ സഹോദരി പറയുന്നു, അല്ലാഹു ഫിസ്സമാ, അല്ലാഹു ആകാശത്താണ് എന്ന് റസൂലുള്ളാഹി കേട്ടപ്പോൾ പ്രവാചകൻ അത് അംഗീകരിക്കുന്നു. ഈ രൂപത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് മുജാഹിദുകൾ മനസ്സിലാക്കുന്നു, അള്ളാഹു ഏഴാകാശത്തിനുമേൽ അവന്റെ സിംഹാസനത്തിനുമേൽ ഉപവിഷ്ടനാണ് എന്ന് നിരവധി അനവധി ഹദീസുകളുടെയും പരിശുദ്ധ ഖുർആനിന്റെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നു. എന്നാൽ നമ്മൾ കേൾക്കുന്നത് അള്ളാഹു എല്ലായിടത്തും ഉണ്ട്. ഇവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങളോട് ചോദിച്ചാൽ അവർ പറയും, ഈ പ്രപഞ്ചത്തിന്റെ ഉടമയായ പടച്ചവൻ കല്ലിലും മുള്ളിലും കരിമ്പിലും തുരുമ്പിലും ഇരുമ്പിലും എല്ലാത്തിലും പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവുണ്ടെന്ന് അവർ പറയുമ്പോ നമ്മുടെ ആളുകൾക്കും അതുപോലെ പറയാൻ അവർ ധൈര്യം കാണിക്കുന്നു. ഇത് അശ്ശരി ത്വരീഖത്തായിരിക്കും എന്നാണ് എല്ലാവരും വിചാരിച്ചത്. എന്നാൽ ഞാൻ പറയട്ടെ, എന്റെ കയ്യിൽ കാണുന്ന ഗ്രന്ഥം മഹാനായ ഇമാം അശ്ശരിയുടെ ഗ്രന്ഥമാണ്. ഹിജ്റ 260 ജനിക്കുകയും 324 മരണപ്പെടുകയും ചെയ്ത റസൂലുള്ളാഹിയുടെ സ്വഹാബി വര്യനായ അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഇമാം അബുൽ ഹസനുൽ അശ്ശരി മഹാനവറുകളുടെ ഈ ഗ്രന്ഥത്തിൽ മഹാനവറുകൾ എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത്? സഹോദരങ്ങളെ, ഈ ഗ്രന്ഥത്തിന്റെ അദ്ദേഹത്തിന്റെ റിസാലത്തു സഗ്ർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 71-ാം പേജിൽ അദ്ദേഹം പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇമാം അശ്ശരിയുടെ ഈ ഗ്രന്ഥം മഹാനായ ഇബ്നു അസാക്കിറിന്റെ തബീനു കദിബിൽ മുഫ്തരി എന്ന ഗ്രന്ഥം പരിശോധിച്ചാൽ ഈ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള ചർച്ച നമുക്ക് കാണാൻ കഴിയും. ഈ ഗ്രന്ഥത്തിന്റെ 71-ാം പേജിൽ പറയുന്നു, വഅന്നഹു തആല ഫൗക സമാവാതിൻ അലാ അർശിഹി, അല്ലാഹു തആല 7 ആകാശത്തിനുമേൽ അവന്റെ സിംഹാസനത്തിനുമേൽ ഉപവിഷ്ടനാണ്. ദൂന അർദിഹി, ഭൂമിയെ കൂടാതെ അല്ലാഹു ഭൂമിയിലാണ്, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ അകത്തെല്ലായിടത്തുമുള്ളവനാണ് എന്നല്ല പറയേണ്ടത്. അല്ലാഹു 7 ആകാശത്തിനുമേൽ അവന്റെ സിംഹാസനത്തിനുമേൽ ഉപവിഷ്ടനാണ് എന്ന് പറയുന്നു. ഇത് ഇമാം അശ്ശരി പറയുമ്പോ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അശ്ശരി ഇമാം പറഞ്ഞതുകൊണ്ടാ പറയുന്നത് എന്നല്ല പറയുന്നത്. മറിച്ച് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുൽക്കിലെ പടച്ച തമ്പുരാന്റെ പ്രഖ്യാപനം, അഅമിൻതും മൻ ഫിസ്സമാ, ആകാശത്തുള്ളവനെ സംബന്ധിച്ച് നിങ്ങൾ നിർഭയത്വത്തിലാണോ എന്ന ആയത്ത് ഇമാം അശ്ശരി തെളിവിനുദ്ധരിച്ചു. ഈ ആയത്ത് സലഫുകൾ തെളിവിനുദ്ധരിച്ചു, നിരവധി അനവധി പണ്ഡിതന്മാർ തെളിവിനുദ്ധരിച്ചു. അതുകൊണ്ട് തന്നെ ഇമാം അശ്ശരി പറഞ്ഞത് മുജാഹിദുകൾ പറയുന്ന കാര്യമാണ്. ഞാൻ പറയട്ടെ, വിശ്വാസപരമായ കാര്യങ്ങളിൽ അള്ളാഹുവിലുള്ള വിശ്വാസം അശ്ശരി ത്വരീഖത്ത് പ്രകാരം ഇന്നതാണ് എന്ന്
ഇമാം അശ്ശരി പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പുത്തനങ്ങാടിയിലോ പെരിന്തൽമണ്ണയിലോ മലപ്പുറം ജില്ലയിലോ കേരളത്തിലോ ഉത്തരേന്ത്യയിലോ ദക്ഷിണേന്ത്യയിലോ എവിടെയും നമ്മൾ പ്രഭാഷണം കേൾക്കാറില്ല. അശ്ശരി ത്വരീഖത്ത് പ്രകാരം അല്ലാഹുവിലുള്ള വിശ്വാസം ഇന്നതാണെന്ന് ഇമാം അശ്ശരി പറഞ്ഞ ഒരു 2 വരിയുടെ മലയാളമെങ്കിലും ഒന്ന് കാണട്ടെ എന്ന് നമ്മൾ ആരോടെങ്കിലും ചോദിച്ചാൽ നമുക്കത് കിട്ടാറില്ല. എന്നാൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അവര് പറയുന്നു, സഹോദരങ്ങളെ, മഹാനായ ഇമാം അശ്ശരി പറയുന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ്. ഈ ഗ്രന്ഥത്തിന്റെ 1-ാം പേജ് മുതൽ ഈ ഗ്രന്ഥത്തിന്റെ അവസാന പേജ് വരെ അല്ലാഹുവിലുള്ള വിശ്വാസത്തെ സംബന്ധിച്ച്, അല്ലാഹുവിന്റെ സിഫാത്തുകളെ സംബന്ധിച്ച്, അല്ലാഹുവിന്റെ നാമങ്ങളെ സംബന്ധിച്ച് അനവധി കാര്യങ്ങൾ പറയുന്നു. ഇത് മുഴുവനും മുജാഹിദുകൾ അംഗീകരിക്കാം. എന്നാൽ അശ്ശരി ത്വരീഖത്തുകാരാണെന്ന് പറയുന്ന ആളുകൾക്ക് ഈ ഗ്രന്ഥങ്ങളിലുള്ള യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കാൻ സാധിക്കുമോ? അല്ലാഹുവിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാണെന്നതിനെ പറയുന്നു, അവന്റെ യദിനെ പറയുന്നു, അവന്റെ നുസൂല് പറയുന്നു, അതുപോലെ അനവധി സംഭവങ്ങൾ പറയുന്നു. ഇതെല്ലാം മുജാഹിദുകൾ പറയുന്നത് പോലെ കൃത്യമായി ഇമാം അശ്ശരി പറയുമ്പോ മുജാഹിദുകൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ സുഹൃത്തുക്കളെ ഞങ്ങളുടെ വകയായി ഒന്നും ചെയ്തില്ല. പരിശുദ്ധ ഖുർആനിലുള്ളതും പ്രവാചകന്റെ വചനങ്ങളിലുള്ളതുമായ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കുക മാത്രമാണ് ചെയ്തത്. ഞങ്ങളത് ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് മഹാനായ ഇമാം അശ്ശരിയുടെ ഗ്രന്ഥം, അശ്ശരി ത്വരീഖത്തുകാരെന്ന് പറയുന്ന ആളുകൾ വളരെ അങ്ങേയറ്റം ആദരിക്കുന്ന പണ്ഡിതന്റെ ഗ്രന്ഥം, ഈ റിസാലത്തു സഗറിനെ 1-ാം പേജ് മുതൽ അവസാന പേജ് വരെ ഞങ്ങൾ അംഗീകരിക്കാം. അതുപോലെ ഇതേ വിഷയങ്ങൾ പറയുന്ന ഇമാം അശ്ശരിയുടെ മറ്റൊരു ഗ്രന്ഥമാണ് അൽ-ഇബാന എന്ന് പറയുന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിന്റെ 1-ാം പേജ് മുതൽ അവസാന പേജ് വരെ ഞങ്ങൾ അംഗീകരിക്കാം. സഹോദരങ്ങളെ, ഇമാം അശ്ശരിയുടെ മറ്റൊരു ഗ്രന്ഥമാണ് മഖാലത്തുൽ ഇസ്ലാമിയ്യീൻ എന്ന് പറയുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിന്റെ 1-ാം പേജ് മുതൽ അവസാന പേജ് വരെ ഞങ്ങൾ അംഗീകരിക്കാം. പിന്നെ എവിടെയാണ് സഹോദരങ്ങളെ പണ്ഡിതന്മാരെ തള്ളുന്നത്? കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാർ, അതുപോലെ സലഫുകൾ എങ്ങനെ അല്ലാഹുവിൽ വിശ്വസിച്ചു അതുപോലെയാണ് വിശ്വസിക്കുന്നത്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ അൽ ഗുന്യ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 57-ാം പേജ് നോക്കൂ നിങ്ങൾ. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി പറയുന്നു, വകൗനുഹു അസ്സ വജല്ല അലൽ അർശി, അല്ലാഹു അവന്റെ സിംഹാസനത്തിന് മേൽ ഉപവിഷ്ടനാണ് എന്നത് മദ്കൂറും ഫീ കുല്ലി കിതാബിൻ ഉൻസില അലാ കുല്ലി നബിയിൻ ഉർസില, അല്ലാഹു ഭൂമിയിലേക്ക് നിയോഗിച്ച മുഴുവൻ പ്രവാചകന്മാരുടെയും ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെട്ട യാഥാർത്ഥ്യമാണ്. അല്ലാഹു സിംഹാസനത്തിന് മേൽ ഉപവിഷ്ടനാണ് എന്നുള്ള യാഥാർത്ഥ്യം അല്ലാഹു ഭൂമിയിലേക്ക് നിയോഗിച്ച ഫീ കുല്ലി കിതാബിൻ ഉൻസില അലാ കുല്ലി നബിയിൻ ഉർസില, ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ട മുഴുവൻ പ്രവാചകന്മാർക്കും ആർക്കൊക്കെ ഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ടോ ആ ഗ്രന്ഥങ്ങളിൽ മുഴുവനും ഈ യാഥാർത്ഥ്യം പറഞ്ഞിട്ടുണ്ട് എന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി പറയുന്നു. ഇങ്ങനെ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി പറയുന്ന വസ്തുത, അതുപോലെ ഇമാം അശ്ശരി പറയുന്ന വസ്തുത മുജാഹിദുകൾ ഏറ്റു പറഞ്ഞു. എത്രമാത്രം മുജാഹിദുകൾക്ക് പറയാൻ കഴിയുമെന്നറിയാമോ? അദ്ദേഹത്തിന്റെ ഈ പറയപ്പെട്ട ഗ്രന്ഥങ്ങൾ ഏതെങ്കിലും പള്ളി ദർസുകളിലോ അറബിക് കോളേജുകളിലോ പഠിപ്പിക്കപ്പെടുകയാണെങ്കിൽ അതിനുള്ള ചെലവുകൾ ഞങ്ങൾ വഹിക്കാം. ടെസ്റ്റ് ഇല്ലെങ്കിൽ അത് കോപ്പി എടുത്തെങ്കിലും നൽകാം. കാരണം എന്താണ്? അല്ലാഹുവിനെ കുറിച്ചുള്ള അവന്റെ നാമഗുണങ്ങളെ സംബന്ധിച്ച് മഹാനായ ഇമാം അശ്ശരി പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ പരിശുദ്ധ ഖുർആനിനും പ്രവാചക വചനങ്ങൾക്കും യോജിച്ച അനുഗുണമായ യാഥാർത്ഥ്യങ്ങളാണ്.
അതുകൊണ്ട് ഇമാം അശ്ശരിയുടെ ഗ്രന്ഥങ്ങൾ വിനയത്തോടെ ഞങ്ങൾക്ക് പറയാനുള്ളത്, പള്ളി ദർസുകളിൽ ഈ ഇമാം അശ്ശരിയുടെ ഗ്രന്ഥം ഒന്ന് പഠിപ്പിക്കണമേ. അതുപോലെ അറബി കോളേജുകളിൽ ഇമാം അശ്ശരിയുടെ ഗ്രന്ഥം ഒന്ന് പഠിപ്പിക്കണമേ എന്നാണ് മുജാഹിദുകൾക്ക് പറയാനുള്ളത്. ഒരിക്കലും ഈ മഹാന്മാരെ തള്ളുന്നില്ല. അതുപോലെ നോക്കൂ സഹോദരങ്ങളെ, ഇത് ആരുടെ ഗ്രന്ഥമാണ്? മഹാനായ യൂസുഫുൽ ജുവൈനിയുടെ ഗ്രന്ഥമാണ്. യൂസുഫുൽ ജുവൈനിയെ നമുക്കറിയാം, അദ്ദേഹം ഇമാമുൽ ഹറമൈനിയുടെ പിതാവാണ്. ഹിജറ 438 മരണപ്പെട്ട ലോകപ്രസിദ്ധ പണ്ഡിതനാണ് അദ്ദേഹം. ആ ഇമാം യൂസുഫുൽ ജുവൈനിയുടെ ഈ റിസാലത്തും ഫിൽ ഇസ്ബാത്തി, റിസാലത്തും ഫി ഇസ്ബാത്തിൽ ഇസ്തിവാഇ വൽ ഫൗഖിയ്യ എന്ന ഗ്രന്ഥത്തിന്റെ 1-ാം പേജ് മുതൽ അവസാന പേജ് വരെ മുജാഹിദുകൾ അംഗീകരിക്കാം. നമ്മുടെ സഹോദര സംഘടനകളിലുള്ള ആളുകൾക്ക് ഇത് സ്വീകരിക്കാൻ സന്മനസ്സുണ്ടോ എന്നാണ് മുജാഹിദുകൾ ചോദിക്കുന്നത്. എത്രമാത്രം യൂസുഫുൽ ജുവൈനി പറയുന്നു, നുഅ്മിനു ബി അന്നഹു അല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന റബ്ബിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദുൽ വജ്ഹി വൽ യദൈൻ, അവൻ വജ്ഹുള്ളവനാണ്, യദൈനിയുള്ളവനാണ്. അതുപോലെ വലാ യസാലു ഇസ്തവാ അലാ അർശിഹി, അല്ലാഹു സിംഹാസനത്തിന് മേൽ ഉപവിഷ്ടനായിക്കൊണ്ടേയിരിക്കും, അവൻ അർശിന് മേലാണ് എന്ന് പറഞ്ഞിട്ട് മഹാനായ യൂസുഫുൽ ജുവൈനി പറയുന്നത്, വബിഹാദർ റബ്ബി നുഅ്മിനു, ഈ റബ്ബിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. വഇയ്യാഹു നഅ്ബുദു, ഈ റബ്ബിന് ഞങ്ങൾ ഇബാദത്ത് എടുക്കുന്നു. വലഹു നുസല്ലി, ഈ റബ്ബിന് ഞങ്ങൾ നമസ്കരിക്കുന്നു. വനസ്തുദു, ഞങ്ങൾ സുജൂദ് ചെയ്യുന്നു. ഫമൻ ഖസദ ബിഇബാദതിഹി, ആരുടെയെങ്കിലും ആരാധന കൊണ്ട് ആരെങ്കിലും ഉദ്ദേശിച്ചാൽ, ഇലാ ഇലാഹിൻ ലൈസത് ലഹു ഹാദിഹി സിഫാത്ത്, 7 ആകാശത്തിനുമേൽ സിംഹാസനത്തിനുമേൽ ഉപവിഷ്ടനായ അല്ലാഹയല്ല ഇവരുടെ മനസ്സിലുള്ളത് എങ്കിൽ, മഹാനായ യൂസുഫുൽ ജുവൈനി പറയുന്നു, ഇന്നമാ യഅ്ബുദു ഗൈറല്ലാഹ്, അവർ അല്ലാഹുവിനല്ല ഇബാദത്ത് എടുക്കുന്നത്. മഹാനായ യൂസുഫുൽ ജുവൈനിയുടെ റിസാലത്തും ഫിൽ ഇസ്ബാത്ത് എന്ന ഗ്രന്ഥത്തെ സഹോദരങ്ങളെ മുജാഹിദുകൾക്ക് പറയാൻ കഴിയും. പക്ഷേ ഞാൻ ആലോചിക്കുന്നത്, മുജാഹിദ് പ്രവർത്തകന്മാർക്ക് ഈ ഗ്രന്ഥം അറിയുമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് പറയാൻ കഴിയും, ഈ വിഷയത്തിൽ കേരള നദ്വത്തുൽ മുജാഹിദീൻ പറയുന്ന വസ്തുതയാണ് ഇതിലുള്ളത്. ഞങ്ങളൊക്കെ കിതാബോധി പഠിച്ച ആളുകളായതുകൊണ്ട് ആ കിതാബുകൾ നോക്കി നടക്കുന്ന പണിയല്ല മുജാഹിദുകൾക്കുള്ളത് കൊണ്ടും അവര് ഹദീസും ആയത്തും സലഫുകൾ പറഞ്ഞതുപോലെ പറയുന്നത് കൊണ്ടും കിതാബിലുള്ള യാഥാർത്ഥ്യങ്ങളും നിങ്ങൾ പറയുന്നത് പോലെ തന്നെയാണെന്ന് അവർക്ക് ഞങ്ങൾ ക്ലാസ് എടുക്കുന്നു. നമ്മുടെ സുഹൃത്തുക്കളോടും ഞങ്ങൾ പറയുന്നു, മുജാഹിദുകൾ പറയുന്നതും സലഫുകൾ പറയുന്നതും അവരുടെ ഗ്രന്ഥങ്ങളിലുള്ളതും ഒന്ന് തന്നെയാണ് എന്ന് ഞങ്ങൾ പറയുന്നു. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, 7 ആകാശത്തിന് മേൽ അർശിന് മേൽ ഉപവിഷ്ടനായ അല്ലാഹു ആണ് യഥാർത്ഥ അല്ലാഹ് എന്നൊരാൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ, ഇന്നമാ യഅ്ബുദു ഗൈറല്ലാഹ്, അവൻ അല്ലാഹയല്ലാത്ത വേറെ ആർക്കോ ഇബാദത്ത് എടുക്കുന്നു. വലൈസ മഅബൂദുഹു ദാലിക ബിഇലാഹ്, അവന്റെ ഇലാഹി ഇലാഹേ അല്ല, അവൻ ആർക്കാണോ ഇബാദത്ത് എടുക്കുന്നത് അവൻ ഒരിക്കലും യഥാർത്ഥ ഇലാഹേ അല്ല. ആരാ സഹോദരങ്ങളെ ഇത് പറയുന്നത്? ഇമാമുൽ ഹറമൈനിയുടെ പിതാവാണ്, യൂസുഫുൽ ജുവൈനിയാണ്, ലോകപ്രസിദ്ധ പണ്ഡിതനാണ്. എന്നിട്ട് നമ്മൾ കേൾക്കാറില്ല ചില ചോദ്യങ്ങൾ, അല്ലാഹു സിംഹാസനത്തിന് മേൽ ഉപവിഷ്ടനാണ് എങ്കിൽ ഈ സിംഹാസനം പടക്കുന്നതിന് മുമ്പ് അല്ലാഹു എവിടെയായിരുന്നു എന്ന് ചോദിക്കാറില്ലേ? ആ ചോദ്യങ്ങൾക്ക് മഹാനായ യൂസുഫുൽ ജുവൈനി പറയുന്ന മറുപടി എന്താണെന്നറിയാമോ? അന്നല്ലാഹ അസ്സ വജല്ല കാന വലാ മകാന വലാ അർശ വലാ മാ വലാ ഫളാ വലാ ഹവാ വലാ ഖലാ വലാ മലാ, ലോകത്ത് യാതൊരു വസ്തുവുമില്ലാതെ എല്ലാം ശൂന്യമായി കിടക്കുന്ന സന്ദർഭത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ അധിപതിയായ റബ്ബ് മാത്രമാണ് ഉണ്ടായിരുന്നത്. പടച്ച തമ്പുരാൻ ഈ പ്രപഞ്ചത്തെ പടക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ പടച്ച തമ്പുരാന്റെ തീരുമാനമുണ്ടായി, അവൻ പ്രപഞ്ചത്തിന്റെ മീതയാവണമെന്ന്
തീരുമാനമുണ്ടായി. ബിഇഅ്തിബാരിൽ കൗനി, ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, ലാ ബിഇഅ്തിബാരി ഫർദാനിയതി, അല്ലാഹുവിന്റെ നിലനിൽപ്പിന് വേണ്ടിയല്ല. അവനിരിക്കാൻ ഒരു അർശില്ലെങ്കിൽ അവന് പ്രയാസമുള്ളത് കൊണ്ടല്ല, ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി. ആരാണിത് മറുപടി പറയുന്നത്? മഹാനായ യൂസുഫുൽ ജുവൈനി. ഈ രൂപത്തിൽ അവർ പറയുമ്പോൾ സഹോദരങ്ങളെ, മുജാഹിദുകൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഖുർആനും ഹദീസും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ കാര്യം സത്യമാണെന്ന് ഇമാം അശ്ശരി പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇവിടെ കൂടെ ഇരുന്ന് കേട്ടുകൂടെ? ഇമാം യൂസുഫുൽ ജുവൈനി പറയുന്നത് കേട്ടുകൂടെ? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി പറയുന്നത് അംഗീകരിച്ചുകൂടെ? മാത്രമല്ല, ഇറങ്ങുന്ന അള്ളയിലും കേറുന്ന അള്ളയിലും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ് നമ്മൾ കേൾക്കാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? നിങ്ങൾക്കൊരായിരം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോ നാം നേരത്തെ പറഞ്ഞതുപോലെ രാത്രിയുടെ അവസാന ഭാഗം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം, തഹജ്ജുദ് നമസ്കരിച്ച് പ്രാർത്ഥിക്കണം. ആ സന്ദർഭത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകം ഉത്തരം കിട്ടും അല്ലാഹുവിൽ നിന്ന്. വഅന്നഹു തആല യൻസിലു ഫീ കുല്ലി ലൈലത്തിൻ ഇലാ സമാഇദ് ദുനിയാ കൈഫ ശാഅ വകമാ ശാഅ. ആരാ പറയുന്നത്? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി. അല്ലാഹു തആല ദുനിയവിയായ ആകാശത്തേക്ക് രാത്രിയുടെ അവസാന ഭാഗമാകുമ്പോൾ അവൻ ഇറങ്ങും. എങ്ങനെയാണ് ഇറങ്ങുക? കൈഫ ശാഅ വകമാ ശാഅ, എങ്ങനെയാണോ അല്ലാഹു ഉദ്ദേശിച്ചതുപോലെ ഇറങ്ങും. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, യൻസിലുല്ലാഹു തബാരക വ തആല കുല്ല ലൈലത്തിൻ ഇലാ സമാഇദ് ദുനിയാ ഹീന യബ്ഖാ സുൽസുൽ ലൈലിൽ അഖീർ. രാത്രിയുടെ അവസാന ഭാഗമാകുമ്പോൾ അല്ലാഹു ദുനിയവിയായ ആകാശത്തേക്ക് ഇറങ്ങും. എന്നിട്ട് അവൻ പറയും, എന്താണ് അല്ലാഹു പറയുന്നത്? മൻ സായിലിൻ ഫയു, ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ചോദ്യത്തിന് നാം ഉത്തരം നൽകും. അതുപോലെ ഹൽമിൻ മുസ്തഗ്ഫിരിൻ ഫയുഗ്ഫർല, ആരെങ്കിലും പൊറുക്കലിനെ തേടുന്നുണ്ടെങ്കിൽ അവന് പൊറുക്കപ്പെടും. ആരെങ്കിലും തോബ തേടുന്നുണ്ടെങ്കിൽ അവരുടെ തോബ സ്വീകരിക്കും എന്ന് അള്ളാഹു പറയുന്നു. ദുനിയവിയായ ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വരും എന്ന് റസൂലുള്ളാഹി പറയുന്നു. രാത്രിയുടെ അവസാന ഭാഗത്ത് തഹജ്ജുദ് നമസ്കരിക്കണം. നിങ്ങൾക്കറിയുമോ, പ്രവാചകന്റെ യാത്രയിലുള്ള നമസ്കാരങ്ങളിൽ 4 റക്അത്തുള്ളതൊക്കെ 2 റക്അത്തായി ചുരുക്കി നമസ്കരിക്കും പ്രവാചകൻ. ഈ എല്ലാ സുന്നത്ത് നമസ്കാരങ്ങളും പ്രവാചകൻ ഉപേക്ഷിക്കും. സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തും അതുപോലെ ഈ തഹജ്ജുദും പ്രവാചകൻ ഉപേക്ഷിക്കാറില്ല. അല്ലാഹു ദുനിയവിയായ ആകാശത്തേക്ക് ഇറങ്ങും രാത്രിയുടെ അവസാന ഭാഗം. നിങ്ങൾ ആ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേക പരിഗണനയുണ്ട്. ഇത് പറയുമ്പോ ഇറങ്ങുന്ന അള്ളയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, കേറുന്ന അള്ളയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാ കേൾക്കാറുള്ളത്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തന്റെ കുഞ്ഞയിലതാ മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ളയെ ഉദ്ധരിക്കുകയാണ്. എന്താ പറയുന്നത്? ഫുളൈൽ ഇബ്നു ഇയാദും മുഹിയുദ്ദീൻ ശൈഖും കേരള നദ്വത്തുൽ മുജാഹിദീൻ ഈ വിഷയത്തിൽ പറയുന്ന അതേ കാര്യം പറയുന്നു. قال فضيل بن عياض رحمه الله إذا قال لك الجهمي أنا كافر برب ينزل. ഒരു പുത്തം ഭാതിയായ ജഹ്മി നിന്നോട് പറയുകയാണ്, ഇറങ്ങുന്ന അള്ളയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല, ഞങ്ങളല്ല എല്ലായിടത്തും ഉണ്ട് എന്ന രൂപത്തിലൊക്കെയാണ് പറയുന്നതെങ്കിൽ ഫഖുല്ലഹു അന മുഅ്മിനും ബിറബ്ബി യഫ്അലു മാ യശാ. അവനോട് നീ പറയണം, ഞാൻ ഒരു റബ്ബിലാണ് വിശ്വസിക്കുന്നത്, ആ റബ്ബ് എന്തെല്ലാം ഉദ്ദേശിക്കുന്നോ അത് മുഴുവനും ആ റബ്ബിന് പ്രവർത്തിക്കാൻ കഴിയും. അവൻ ഇറങ്ങണമെന്ന് ഉദ്ദേശിച്ചാൽ അവൻ ഇറങ്ങാൻ കഴിയും, കേറാൻ ഉദ്ദേശിച്ചാൽ കേറാൻ കഴിയും. എന്തിനും കഴിയുന്ന റബ്ബിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയണം എന്ന് ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ളയെ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഉദ്ധരിക്കുകയാണ്. എന്നിട്ട് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി പറയുന്നൊരു വസ്തുതയുണ്ട്. മഹാനവറുകൾ പറയുന്നു, അല്ലാഹു ദുനിയവിയായ ആകാശത്തേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ലാ ബിമാനാ നുസൂലുർ റഹ്മത്തി വ തവാബിഹി, അല്ലാഹുവിന്റെ പ്രതിഫലം ഇറങ്ങുക, റഹ്മത്ത് ഇറങ്ങുക എന്നർത്ഥം പറയാൻ പാടില്ല. അലാ മദ്ദഅതുൽ മുഅ്തസിലത്തു വൽ അശ്ശരിയ, അശ്ശരി ത്വരീഖത്തുകാരും മുഅ്തസിലിയാക്കളും സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തുപോയ
മുഅ്തസിലിയാക്കളും പറയുന്നത് പോലെ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുമെന്ന് പറയാൻ പാടില്ല. അള്ളാഹ് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അള്ളാഹ് ഇറങ്ങും കൈഫ ശാഅ കമാ ശാഅ, അവൻ എങ്ങനെയാണോ ഉദ്ദേശിച്ചത് അതുപോലെ. ഇങ്ങനെ അള്ളാഹുവിന്റെ നിരവധി അനവധി സിഫത്തുകളെ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി പറയുന്നു, മുജാഹിദുകളും അത് പറയുന്നു. അബ്ദുൽ ഖാദിർ ജീലാനി പറയുന്നു, ഭൂമിയിലേക്ക് അവതരിപ്പിക്കപ്പെട്ട മുഴുവൻ ഗ്രന്ഥങ്ങളിലും ഇതുപോലെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നോക്കൂ സഹോദരങ്ങളെ, ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി പറയുന്നു, അശ്ശരി ത്വരീഖത്തുകാർ പറയുന്നു ശരിയല്ല. ശൈഖ് ജീലാനി എവിടെ നിൽക്കുന്നു, മുജാഹിദുകൾ എവിടെ നിൽക്കുന്നു? അതുപോലെ നോക്കൂ നിങ്ങൾ, അശ്ശരി ത്വരീഖത്തിനെ സംബന്ധിച്ചിടത്തോളം നാം നേരത്തെ പറഞ്ഞല്ലോ, ഇന്ന് വരെ നമ്മൾ അതേക്കുറിച്ചൊരു പ്രഭാഷണം കേട്ടിട്ടില്ല, അതേ സംബന്ധിച്ച് ഒന്നും നമ്മൾ കേൾക്കാറില്ല. ഒരു ഉസ്താദിനെ വിളിച്ച് അള്ളാഹുവിലുള്ള വിശ്വാസം അശ്ശരി ത്വരീഖത്ത് പ്രകാരം ഇന്നതാണെന്ന് ഇമാം അശ്ശരി ഇന്ന കിതാബിൽ പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഇമാം അശ്ശരിയെ ഉദ്ധരിച്ച് ഇന്ന പണ്ഡിതൻ പറഞ്ഞിരിക്കുന്നു, ആ രണ്ട് വരിയെങ്കിലും അതിന്റെ മലയാളമെങ്കിലും ഒന്ന് കേൾക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. കിട്ടുമോ സഹോദരങ്ങളെ? ഇന്ന് വരെ നമുക്ക് കിട്ടിയിട്ടില്ല. കേൾക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല. പോസ്റ്ററുകളിൽ ഒരുപാട് വിഷയങ്ങൾ കേൾക്കാറുണ്ട്. ഇന്ന് വരെ അശ്ശരി ത്വരീഖത്താണ് ഇന്നത്തെ വിഷയമെന്ന് നമ്മൾ കേൾക്കാറില്ല. എന്നാ നോക്കൂ നിങ്ങൾ, ഇത് മഹാനായ ഇബ്നു ഖുദാമൽ മഖ്ദിസിയുടെ അൽ മുനാദറത്തു ഫിൽ ഖുർആൻ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. ഇതിൽ ഇബ്നു ഖുദാമൽ മഖ്ദിസി ഒരു യാഥാർത്ഥ്യം പറയുന്നുണ്ട്. ഇബ്നു ഖുദാമൽ മഖ്ദിസിയെ പരിചയമില്ലാത്തവരുണ്ടാകുമോ? ആരാണ് ഇബ്നു ഖുദാമൽ മഖ്ദിസി? ലോകപ്രസിദ്ധ പണ്ഡിതനാണ്. ഹിജറ 541 നാബൽസിൽ ജീവിച്ച മഹാപണ്ഡിതനാണ് അദ്ദേഹം. മഹാനായ ഇമാം നവവിയുടെ ഗുരുനാഥൻ അബൂ ശാമയുടെ ഗുരുനാഥനാണ്. എത്രയോ നിരവധി ഉസൂലുൽ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ രചിച്ച ഇബ്നു നജ്ജാറിന്റെ ഗുരുനാഥനാണ്. അതുപോലെ ലോകപ്രസിദ്ധ പണ്ഡിതനായ ഇബ്നു നുഖ്തയുടെ ഗുരുനാഥനാണ്. ഇബ്നു അബ്ദുദ്ദായിമിന്റെ ഗുരുനാഥനാണ്. ഹാഫിളുൽ മഖ്ദിസിയുടെ ഗുരുനാഥനാണ്. ഈ ഇബ്നു ഖുദാമൽ മഖ്ദിസി ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്താണെന്നോ, അദ്ദേഹത്തിന്റെ ഈ ഗ്രന്ഥത്തിൽ ഇതാ അദ്ദേഹം പറയുന്നു, ലാ നഅരിഫു ഫീ അഹ്ലിൽ ബിദഅഇ തായിഫതൻ യക്തുമൂന മഖാലതുഹും വലാ യതജാസറൂന അലാ ഇദ്ഹാരിഹാ ഇല്ല സനാദിഖത വൽ അശ്ശരിയ. അല്ലാഹുവിന്റെ ഭൂമിയിൽ ഉള്ളിലുള്ള ആദർശം ജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറയാതെ അവരുടെ ഹിഡൻ അജണ്ട ജനങ്ങളിലൂടെ നടപ്പാക്കുമ്പോൾ എന്താണ് ആദർശമെന്ന് ജനങ്ങളോട് പറയാതെ സ്വന്തം ആദർശം മൂടിവെച്ചുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുന്ന രണ്ട് വിഭാഗമാണ് അള്ളാഹുവിന്റെ ഭൂമിയിലുള്ളത്. ഒന്ന് നിരീശ്വരവാദികളാണ്, മറ്റൊന്ന് അശ്ശരി ത്വരീഖത്തുകാരാണെന്ന് ഇബ്നു ഖുദാമൽ മഖ്ദിസി പറയുമ്പോൾ സഹോദരങ്ങളെ, മുജാഹിദുകൾ ആ ശൈലി സ്വീകരിച്ചിട്ടില്ല. മുജാഹിദുകൾ പറയുന്നത്, സുഹൃത്തുക്കളെ, നമ്മുടെ കരങ്ങളിലുള്ളത് പ്രമാണബദ്ധിതമാണോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ചുകൂടെ എന്ന ഗുണകാംക്ഷയോടെ ഒരു പിതാവിനോട് ഒരു മകൻ പറയുന്നത് പോലെ, ഒരു ജേട്ടനോടൊരു അനിയൻ പറയുന്നത് പോലെ, ഒരു അനിയനോടൊരു ജേട്ടൻ സംസാരിക്കുന്നത് പോലെ, ഒരു പിതാവ് ഒരു മോനോട് സംസാരിക്കുന്നത് പോലെ ഹൃദ്യമായ ഭാഷയിൽ നാളെ പരലോകത്ത് നമ്മളെല്ലാവരും റബ്ബിന്റെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുമ്പോ KNM-കാരൻ മാറി നിൽക്കൂ, മറ്റേ ഗ്രൂപ്പുകാരൻ മാറി നിൽക്കൂ എന്നല്ലല്ലോ പറയുക. നമ്മുടെ പിതാവ് അബൂനാബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമും അതുപോലെ അഹ്വാ റളിയല്ലാഹു അൻഹയും ആ മാതാവിന്റെയും പിതാവിന്റെയും സന്തതികളായ കോടാനകോടി മനുഷ്യന്മാർ യാതൊരു വസ്ത്രവുമില്ലാതെ പൂർണ്ണനഗ്നരായി റബ്ബിന്റെ കോടതിയിൽ വിതുമ്പുന്ന ഹൃദയവുമായി വന്നു നിൽക്കുമ്പോ നമ്മൾ ജേഷ്ഠന്മാരാണ്, നമ്മൾ അനിയന്മാരാണ്, നമ്മൾ ഒന്നാണ്, നമ്മുടെ ഉപ്പയൊന്നാണ്, നമ്മുടെ ഉമ്മ ഒന്നാണ്, നമുക്കൊന്നാവേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ളത് പ്രമാണബദ്ധിതമാണോ എന്നൊന്ന് പരിശോധിച്ചുകൂടെ എന്ന ഗുണകാംക്ഷയോടെ എളിയ സഹോദരന്റെ ചോദ്യമേ മുജാഹിദുകൾ ചോദിച്ചിട്ടുള്ളൂ. എന്നാൽ ഇമാം നവവിയുടെ ഗുരുനാഥന്റെ ഗുരുനാഥൻ ഇബ്നു ഖുദാമൽ മഖ്ദിസി പറയുന്നത്, ലോകത്ത് മഹാനവറുകൾ ഒരു ഹെഡിങ് ആ ഗ്രന്ഥത്തിൽ കാണാം, മുവാഫഖത്തുൽ അശ്ശരിയത്തി ലിസ്സനാദിഖത്തി. അശ്ശരി ത്വരീഖത്തുകാർ നിരീശ്വരവാദികളോട് യോജിക്കുന്ന മേഖലകൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയാമോ?
വയംബഗി അൻ യകൂന ശരീഅത്തുഹും അശ്ശരീ ത്വരീഖത്തുകാരുടെ ശരീഅത്ത് ഉറപ്പായുമാണ് വൈറ ശരീഅത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ മതമല്ല അശ്ശരീ ത്വരീഖത്തുകാരുടേത്. വദീനുഹും വൈറ ദീനുൽ ഇസ്ലാം, അശ്ശരീ ത്വരീഖത്തുകാരുടേത് ഇസ്ലാം ദീനല്ല. വഇൻദലു ഹാദാ, ഈ അശ്ശരീ ത്വരീഖത്താരെങ്കിലും തൃപ്തിപ്പെട്ടാൽ വഅതറഫു ബിഹി, ഇത് ആരെങ്കിലും അംഗീകരിക്കുകയും ചെയ്താൽ ഖറജു അനിൽ ഇസ്ലാമി ബിൽ കുല്ലിയ, പൂർണ്ണമായും ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് ഇബ്നു ഖുദാമൽ മഖ്ദിസി അദ്ദേഹത്തിന്റെ അൽ മുനാദറയിൽ പറയുമ്പോ മുജാഹിദുകൾക്ക് പറയാൻ കഴിയും, ഞങ്ങൾക്ക് ഇബ്നു ഖുദാമയുടെ ഈ അൽ മുനാദറയിൽ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം ആ ഗ്രന്ഥത്തിന്റെ 1-ാം പേജ് മുതൽ അവസാന പേജ് വരെ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്. അതുപോലെ തന്നെ മഹാനായ ഇമാം അശ്ശരി പറഞ്ഞ കാര്യങ്ങൾ ആ ഗ്രന്ഥത്തിന്റെ 1-ാം പേജ് തൊട്ട് അവസാന പേജ് വരെ ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന് മുജാഹിദുകൾ പറയുന്നു. എത്രമാത്രം സഹോദരങ്ങളെ, ഇബ്നു ഖുദാമൽ മഖ്ദിസിയുടെ അൽ ഇഅ്തിഖാദ് എന്ന് പറയുന്ന ഗ്രന്ഥമാണിത്. ഈ ഗ്രന്ഥത്തെ സംബന്ധിച്ചും ഞാൻ പറയട്ടെ, ഇതിന്റെ 1-ാം പേജ് മുതൽ അവസാന പേജ് വരെ മുജാഹിദുകൾ അംഗീകരിക്കാൻ തയ്യാറാണ്. പിന്നെ എവിടെയാണ് സുഹൃത്തുക്കളെ, എന്റെ സഹോദരങ്ങളെ, എന്റെ പിതാവിന്റെ സ്ഥാനത്ത് ഞാൻ കാണുന്ന കാരണവന്മാരെ, എന്റെ ചേട്ടന്റെ കാലത്ത് ഞാൻ കാണുന്ന എന്നെക്കാൾ മുതിർന്ന സഹോദരങ്ങളെ, എന്റെ അനിയന്മാരെ പോലെ ഞാൻ കാണുന്ന എന്നെക്കാൾ പ്രായം കുറഞ്ഞ സഹോദരങ്ങളെ, ഇതുപോലെ ഇമാം ഇബ്നു ഖുദാമൽ മഖ്ദിസിയുടെ ഗ്രന്ഥം ഇതിന്റെ 1-ാം പേജ് മുതൽ അവസാന പേജ് വരെ ഞങ്ങൾ സ്വീകരിക്കാം. ഇതിൽ പറഞ്ഞതുപോലെ ഞങ്ങൾ സ്വീകരിക്കാം. ഇമാം അശ്ശരിയുടെ ഗ്രന്ഥങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, ഇതാ ഇതും ഞങ്ങൾ അംഗീകരിക്കാം. അദ്ദേഹത്തിന്റെ ഇബാനിയുടെ 1-ാം പേജ് മുതൽ ഞങ്ങൾ അവസാന പേജ് വരെ അംഗീകരിക്കാം. അദ്ദേഹത്തിന്റെ ഉസൂലുൽ സുന്നത്തി വൽ ജമാ എന്ന ഗ്രന്ഥത്തിന്റെ അവസാന പേജ് വരെ ഞങ്ങൾ അംഗീകരിക്കാം. മഹാനായ ഇമാമുൽ ഹറമൈനിയുടെ പിതാവ് യൂസുഫുൽ ജുവൈനിയുടെ ഈ റിസാലത്തും ബിൽ ഇസ്ബാത്തിന്റെ 1-ാം പേജ് മുതൽ അവസാന പേജ് വരെ ഞങ്ങൾ അംഗീകരിക്കാം. എന്റെ വണ്ടിയിൽ അതുപോലെ മഹാനായ ഇമാം ബൈഹഖിയുടെ അസ്മാഉ സിഫാത്ത് ഏകദേശം 400ഓളം പേജുള്ള ഗ്രന്ഥമാണ്. ആ അസ്മാഉ സിഫാത്തിൽ അഖീദപരമായ കാര്യങ്ങളാണ് പറയുന്നത്. ഇമാം ബൈഹഖിയുടെ ആ ഗ്രന്ഥത്തിന്റെ ആദ്യ പേജ് മുതൽ അവസാന പേജ് വരെ എന്താണോ ഇമാം ബൈഹഖി പറഞ്ഞത് ഞങ്ങൾ അംഗീകരിക്കാം. അതുപോലെ ഇബ്നു ഹുസൈമയുടെ അത്തൗഹീദിന്റെ 1-ാം പേജ് മുതൽ അവസാന പേജ് വരെ ഞങ്ങൾ അംഗീകരിക്കാം. ലോകപ്രസിദ്ധ പണ്ഡിതനായ ഖാളി അബൂബക്കറുൽ ബാഖില്ലാനിയുടെ അഖീദയിലുള്ള ഗ്രന്ഥമാണ് അത്തംഹീദ്. ആ ഗ്രന്ഥത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങൾ അംഗീകരിക്കാം. ഇങ്ങനെ കടിഞ്ഞുപോയ നിരവധി അനവധി മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ, ഇമാം ഖുർത്തുബിയുടെ തംഹീദിൽ, അതുപോലെ മഹാനായ ഇമാം ഖത്താബിയുടെ ശിആറുദ്ദീൻ, ഇമാം ഖല്ലാലിന്റെ സുന്ന, മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ തുഹ്ഫത്തുൽ മുത്തഖീൻ, അതുപോലെയുള്ള ഗ്രന്ഥങ്ങളിൽ അഖീദപരമായി അല്ലാഹുവിന്റെ നാമഗുണങ്ങളെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങൾ മുഴുവനും ഞങ്ങൾ അംഗീകരിക്കാം. പിന്നെ എവിടെയാണ് സുഹൃത്തുക്കളെ മുജാഹിദുകൾ പണ്ഡിതന്മാരെ തള്ളി എന്ന് പറയുന്നത്? ഒരു പണ്ഡിതനെയും തള്ളേണ്ട ഗതികേട് മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല. പക്ഷേ നമ്മൾ പരസ്പരം തമ്മിൽ അറിയാതെ പോയി എന്നുള്ളതാണ് വസ്തുത. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പള്ളി ദർസിലെ കിതാബുകൾ കൂടുതൽ പരിശോധിക്കാൻ അവർക്ക് അവസരം ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞങ്ങളൊക്കെ ഇങ്ങനെ മഹാന്മാരായ പണ്ഡിതന്മാർ എന്തെങ്കിലും മുജാഹിദുകൾക്ക് എതിര് പറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഞങ്ങൾക്കൊക്കെ കിട്ടുന്ന അവസരങ്ങൾ മുഴുവനും, എന്നെ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യയിലെ മതകാര്യ വകുപ്പിൽ രാവിലെ 8 മണി മുതൽ 12:30 വരെ ഡ്യൂട്ടിയുള്ളൂ. ബാക്കി ഞങ്ങളൊക്കെ ഫ്രീയാ. ആ ബാക്കി സമയങ്ങൾ മുഴുവനും ഞങ്ങളുടെ വിശ്വാസത്തിന് വല്ല കോട്ടവുമുണ്ടോ? മഹാരഥന്മാരായ അമ്പിയാക്കന്മാരുടെ പാതയ്ക്ക് അപകടം വരുത്തുന്ന വല്ല ദർശനങ്ങളും ഞങ്ങളിലുണ്ടോ എന്ന് പഠിക്കാൻ നിരന്തരമായി ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. ആ ശ്രമങ്ങളിലൊക്കെ ഞങ്ങൾക്ക് അൽഹംദുലില്ലാഹ് സന്തോഷമാണ്, സമാധാനമാണ്. ധൈര്യസമേതം റബ്ബിന്റെ കോടതിയിൽ നമുക്ക് ചെല്ലാമെന്നുള്ള ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ, ഈ വിശ്വാസപരമായ കാര്യങ്ങളിൽ നിങ്ങൾ ആലോചിക്കുക. ഞാൻ ഇങ്ങനെ പറയുമ്പോ ആർക്കെങ്കിലും എന്താണ് ഇവര് പറയുന്നത് കേൾക്കുമ്പോ ഇത് നല്ലതാണെന്ന് തോന്നും, വേറെ ആളുകൾ പറയുന്നത് കേൾക്കുമ്പോ അത് നല്ലതാണെന്ന് തോന്നും. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമ്മൾ രാത്രി വീട്ടിൽ
വീട്ടിൽ ചെല്ലുക, എന്നിട്ട് തഹജ്ജുദ് നമസ്കരിക്കുക, രാത്രിയുടെ അവസാന ഭാഗത്ത് ഉണർന്നിരിക്കുക, നമസ്കരിക്കുക, ഒളു ചെയ്ത് ശുദ്ധിയായി നമസ്കരിച്ച് 11 റക്അത്ത് നമസ്കരിച്ച് റബ്ബിനോട് കരഞ്ഞ് ദുആ ചെയ്യുക. റബ്ബേ, എന്റെ ഖബറിൽ എന്നെ നോക്കാൻ എന്റെ ഉപ്പ ഉണ്ടാവില്ല, എന്റെ ഗുരുനാഥന്മാരുണ്ടാവില്ല, എന്റെ പാർട്ടിക്കാരുണ്ടാവില്ല. അതുപോലെ ഹശ്റിന്റെ മൈതാനിയിൽ എന്റെ കയ്യിൽ ഗ്രന്ഥം നൽകുമ്പോ എന്ന് നീ ചോദിക്കുമ്പോ ആരും എന്റെ ഗ്രന്ഥം വായിക്കാൻ എന്നെ സഹായിക്കില്ല, എന്റെ കണക്ക് കൂട്ടാൻ എന്നെ സഹായിക്കില്ല, ഞാൻ ഒറ്റക്കായിരിക്കും. അതുകൊണ്ട് റബ്ബേ, സത്യം എന്താണെന്ന് നീ എനിക്ക് അറിയിച്ചു തരണം എന്ന് പറഞ്ഞ് റബ്ബിനോട് വിതുമ്പുന്ന ഹൃദയവുമായി രാത്രി തഹജ്ജുദ് നമസ്കരിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കൂ, നിരന്തരമായി പ്രാർത്ഥിക്കൂ. റബ്ബിന്റെ തൗഫീഖോടുകൂടെ അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ നിങ്ങൾക്ക് സത്യം കണ്ടെത്താൻ കഴിയും, ഉറപ്പാണ് സഹോദരങ്ങളെ, യാതൊരു സംശയവുമില്ല. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കോ, അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്ന മാർഗം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലോകത്തെ സർവ്വ പ്രശ്നങ്ങൾക്കുമുള്ള മാർഗം റബ്ബിനോടുള്ള പ്രാർത്ഥനയാണ്. അവനോട് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അവൻ വില വെക്കില്ല. ആ റബ്ബ് എന്താണ് നമ്മെ കാണുന്നത്? അവനോട് പ്രാർത്ഥിക്കുന്ന ഒരു അടിമയാണെങ്കിൽ അവന് വലിയ ഇഷ്ടമാണ്. അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ നമുക്ക് പ്രാർത്ഥനകൾ പഠിപ്പിച്ചു. റബ്ബിനോട് പ്രാർത്ഥിക്കും. കെർബിന്റെ ദുആ എന്ന് പറഞ്ഞ ദുആ നമ്മൾ കേട്ടിട്ടുണ്ടാകും. വലിയ വേദന, മാനസികമായും ശാരീരികമായും ഒക്കെ വേദന ഉണ്ടാകുമ്പോ, പ്രയാസമുണ്ടാകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥന കെർബിന്റെ ദുആ. ആ മന്ത്രം നമ്മൾ മന്ത്രിച്ചാൽ അത് ശരിക്കും കൊള്ളേണ്ടടത്ത് കൊള്ളും. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത. എന്താ റസൂൽ പറയുന്നത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാം, കാന യഖൂലു ഇൻദൽ കർബി ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അസീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അസീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഒരു പ്രയാസമുള്ള സന്ദർഭത്തിൽ പറയുന്നത് റബ്ബേ എന്റെ പ്രയാസം മാറ്റിത്തരണമെന്നല്ല, ആകാശഭൂമികളുടെ പരിപാലകനായ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല, അതിമഹത്തായ സിംഹാസനത്തിന്റെ അർശിന്റെ അധിപതിയായ അല്ലാഹു അല്ലാതെ വേറൊരു ഇലാഹില്ല. അത്രമാത്രം എന്റെ വേദന മാറ്റിത്തരണേ എന്നല്ല പറയുന്നത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഈ പ്രപഞ്ചത്തിന്റെ അധിപതിയായ റബ്ബിന്റെ അസ്തിത്വത്തെ കുറിച്ചുള്ള ധാരണ ഇവന്റെ ഹൃദയത്തിൽ ഉണ്ടായാൽ അവന്റെ വേദനയ്ക്ക് പരിഹാരം ആ റബ്ബ് നൽകും. അവന്റെ നാമഗുണങ്ങളെ കുറിച്ചുള്ള ബോധമുണ്ടായാൽ, നോക്കൂ നിങ്ങൾ, ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രാർത്ഥന പ്രവാചകൻ പറയുന്നു, മാ അസാബ മുസ്ലിമൻ ഖത്തു ഹമ്മുൻ വലാ ഹസനുൻ ഫഖാല അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക നാസിയതി ബിയദിക മാലിൻ ഫിയ ഹുക്മുക ആദിലുൻ ഫിയ ഖലാഉക. അല്ലാഹുവേ, ഞാൻ നിന്റെ അടിമയുടെയും അടിമ സ്ത്രീയുടെയും മോനാണ്. പടച്ച തമ്പുരാനെ, എന്റെ എല്ലാം നിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. നിന്റെ എല്ലാ വിധികളും നിന്റെ തീരുമാനങ്ങളും എന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക. അല്ലാഹുവേ, നിന്റെ എല്ലാ നാമങ്ങൾ കൊണ്ടും ഞാൻ നിന്നോട് ചോദിക്കുന്നു. സമ്മൈത ബിഹി നഫ്സക, നിനക്ക് എന്തെല്ലാം ഗുണങ്ങൾ, എന്തെല്ലാം നാമങ്ങളാണോ ആ നാമങ്ങൾ മുഴുവനും മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഔ അൻസൽതഹു ഫീ കിതാബിക, നിന്റെ ഗ്രന്ഥത്തിൽ നീ എന്തെല്ലാം നാമങ്ങളാണോ നിനക്ക് ഇറക്കിയിട്ടുള്ളത് എങ്കിൽ അത് മുഴുവനും മുൻനിർത്തി ചോദിക്കുന്നു. അവിസ്തർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക, അല്ലാഹുവേ, നിന്റെ ഗൈബിയായ അറിവിൽ നിനക്ക് എന്തെല്ലാം നാമങ്ങളാണോ ആ നാമങ്ങൾ മുഴുവനും മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു. അന്തജിഅൽ ഖുർആന റബിയ ഖൽബി വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി വഗമ്മി. പടച്ചവനെ, പരിശുദ്ധ ഖുർആൻ എന്റെ ഹൃദയത്തിന് വസന്തമാവണം, എന്റെ മനോവേദനകൾ നീക്കിക്കളയുന്നതാവണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഒരാളങ്ങനെ പ്രാർത്ഥിച്ചാൽ അവന്റെ പ്രയാസങ്ങൾ അല്ലാഹു നീക്കി അവൻ അല്ലാഹു സന്തോഷം നൽകും. സഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്,
അലാ നതഅല്ലമു ഹാദിഹിൽ കലിമാത്ത്, നബിയെ ഞങ്ങൾ ഇത് പഠിക്കട്ടെ. റസൂലുള്ളാഹി പറയുന്നു ബലാ യംബഗി ലിമൻ സമിയഉന്ന യതഅല്ലമുഹുന്ന, ഇത് കേട്ടവർ ഇത് പഠിക്കുക തന്നെ വേണം എന്ന് റസൂലുള്ള പറയുന്നു. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ നാമഗുണങ്ങളെ കുറിച്ച് അവനെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ഒരു ധാരണയുണ്ടാക്കാൻ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നലില്ലാഹി തആല 99 ഇസ്മാ മിഅതൻ ഇല്ലാ വാഹിദ മൻ അഹ്സാഹാ ദഖലൽ ജന്ന. അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്. ആ 99 നാമങ്ങൾ കൃത്യമായി പഠിക്കുകയും അതിന്റെ ആശയം ഉൾക്കൊള്ളുകയും ചെയ്താൽ ദഖലൽ ജന്ന, സ്വർഗത്തിൽ തന്നെ അല്ലാഹുവിന്റെ സിഫത്തുകളെ, അല്ലാഹുവിന്റെ നാമങ്ങളെ ഒരാൾ കൃത്യമായി പഠിച്ചാൽ 99 നാമങ്ങൾ, അല്ലാഹുവിന് എത്രയോ നാമഗുണങ്ങളുണ്ട്, എന്നാൽ അതിൽ 99 നാമങ്ങൾ ഒരാൾ കൃത്യമായി പഠിച്ചാൽ അവൻ സ്വർഗത്തിൽ തന്നെ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിളിച്ചു പറയുകയാണ്. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, പടച്ച തമ്പുരാനെ കുറിച്ചുള്ള ബോധം, അവന്റെ നാമങ്ങളെ കുറിച്ചുള്ള ധാരണ നിങ്ങൾക്കുണ്ടാവണം. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുക, അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ ഒരു നാമമാണ് അവൻ ഖരീബാണ്. അള്ളാഹു നമ്മോട് വളരെ അടുത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ അറിവ് നമ്മോട് അടുത്തു നിൽക്കുന്നു, എല്ലാം അവൻ അറിയുന്നു എന്നാണ് അതിന്റെ അർത്ഥം എന്ന് ഞാൻ പറയുകയല്ല. ഇമാം അശ്ശരിയുടെ റിസാലത്തു സഗറിൽ അദ്ദേഹം വളരെ കൃത്യമായി നമ്മോട് പറയുകയാണ്, അള്ളാഹുവിന്റെ അറിവ് നമ്മെ വലയം ചെയ്തിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ അള്ളാഹു നമ്മെ എപ്പോഴും അറിയുന്നു, നമ്മുടെ ഹറക്കാത്ത് സകനാത്തുകളെ അവൻ അറിയുന്നു എന്ന ഓർമ്മ, ആ ഖരീബി എന്ന അവൻ അടുത്തു നിൽക്കുന്നു എന്ന ആ ഓർമ്മ, ആ നാമത്തെക്കുറിച്ചുള്ള ധാരണ ഒരു വിശ്വാസിക്കുണ്ടെങ്കിൽ ഈ ലോകത്ത് അവൻ അത്ഭുതങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കും. നമുക്കറിയില്ലേ, 3 ആളുകളുടെ യാത്രയെ സംബന്ധിച്ച് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. 3 ആളുകൾ ഒരു ഗുഹയിൽ കുടുങ്ങി, നമ്മൾ കേട്ട കഥയാണ്. അതിൽ ഒരാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, പടച്ചവരെ, ഞങ്ങൾ ഈ ഗുഹയിൽ കുടുങ്ങിപ്പോയിരിക്കുന്നു, ഇതിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടണം. ഞങ്ങൾ ചെയ്ത ഏറ്റവും അതിമഹത്തായ അമലുകൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് നിന്നോട് ഞങ്ങൾ തവസ്സുൽ ചെയ്യുന്നു റബ്ബേ, സാലിഹായ അമലുകളെ കൊണ്ട് തവസ്സുൽ. അതിലൊരു സഹോദരന്റെ പ്രാർത്ഥന എന്തായിരുന്നു എന്നറിയാമോ? റബ്ബേ, ഞാനൊരു യുവതിയുമായി സ്നേഹത്തിലായിരുന്നു, അങ്ങനെ ഫലമ്മാ ഖഅതു ബൈന റിജ്ലൈഹാ, അവരുടെ 2 കാലിനിടയിൽ അവിഹിത ബന്ധത്തിന് ഞാൻ തയ്യാറായപ്പോൾ കാലത്ത് ഇത്തഖില്ലാ, അവൾ എന്നോട് പറഞ്ഞു, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഈ ഭൂമി ലോകത്തിന്റെ, വായുമണ്ഡലത്തിന്റെ, വാനലോകത്തിന്റെ അധിപതിയായ റബ്ബുൽ ആലമീൻ നമ്മെ കാണുന്നു, അവൻ നമ്മോട് അടുത്തിരിക്കുന്നു എന്ന ഓർമ്മ നിനക്ക് വേണമെന്ന് പറഞ്ഞപ്പോ റബ്ബേ, ഞാൻ അവളിൽ നിന്ന് എണീറ്റ് പോന്നു. അവൾ പ്രിയങ്കരിയായിരുന്നു, പക്ഷേ നിന്നെ ഞാൻ ഭയപ്പെട്ടു. ഈ സൽക്കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രയാസത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ എന്ന് പറഞ്ഞപ്പോ റബ്ബ് തആല അവർക്ക് ആ പാറക്കല്ലിനെ ഒന്ന് നീക്കിക്കൊടുക്കുന്നു. അത്ഭുതങ്ങൾ സാധിപ്പിക്കാൻ കഴിയുന്നു. നമ്മൾ കാണാറില്ലേ, ഈയിടെ അതിശക്തമായ മഴ പെയ്തപ്പോ വലിയ ടെറസിന്റെ കെട്ടിടങ്ങൾ വീണു. അതിന്റെ അകത്ത് വലിയ സ്ലാബിനകത്ത് കിടക്കുന്ന ഒരു മനുഷ്യന് അത്ഭുതം സൃഷ്ടിക്കാം, ആ സ്ലാബിനെ പൊക്കാം. റബ്ബിനോട്, റബ്ബേ, നിന്നെ ഓർത്തുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്യാനുള്ള സർവാവസരവും ഉണ്ടായപ്പോ നിന്നെ ഓർത്ത് റബ്ബേ, ഞാൻ ആ തെറ്റിൽ നിന്നും മാറി റബ്ബേ എന്ന് പറയുമ്പോ നിങ്ങൾ വലിയ വലിയ ലിഫ്റ്റുകൾ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ വലിയ ക്രെയിനുകൾ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ബേപ്പൂരിലെ കലാശികളെ കൊണ്ടുവന്ന് അത് പൊക്കുന്നതിനേക്കാൾ വലിയ ശക്തിയിൽ അള്ളാഹുവിന്റെ നാമത്തെ കുറിച്ചുള്ള നിങ്ങളുടെ ബോധം കാരണം ആ വലിയ ഭാരമുള്ള സ്ലാബ് നിങ്ങൾക്ക് പൊക്കാം, അത്ഭുതങ്ങൾ സ്ഥാപിക്കാം. അള്ളാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ നോക്കൂ, അള്ളാഹുവിനെ കുറിച്ച്, അവന്റെ നാമങ്ങളെ കുറിച്ച് ഉള്ള ബോധത്തോടെ അവനോടങ്ങോട്ട് പ്രാർത്ഥിക്കുക. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ വദറുൽ ലദീന യുൽഹിദൂന ഫീ അസ്മാഇ സയജ്സൗന മാ കാനൂ യഅമലൂൻ. അല്ലാഹുവിന് ഉത്തമമായ നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ കൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യൂ. അസ്മാഉൽ ഹുസ്ന. പണ്ട് കാലത്തൊക്കെ നമ്മുടെ നാട്ടിലെ കാരണവന്മാർ, വൃദ്ധന്മാരൊക്കെ അസ്മാഉൽ ഹുസ്ന ചെല്ലാറുണ്ടായിരുന്നു.
ഇശാ മഗ്രിബിന്റെ ഇടയിൽ, നമ്മളതൊക്കെ കുട്ടികളായിരുന്ന കാലത്ത്, എന്റെയൊക്കെ മൂത്താപ്പയും മൂത്തമ്മയും ഒക്കെ നല്ല പ്രായമുള്ള ആളുകളായിരുന്നു. അവരൊക്കെ അന്ന് ഇത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ചെറിയ കുട്ടിയായിരുന്ന കാലത്ത്. അതുപോലെ വല്യമ്മമാരൊക്കെ അസ്മാഉൽ ഹുസ്ന ഇശാ മഗ്രിബിന്റെ ഇടയിൽ പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അസ്മാഉൽ ഹുസ്നക്ക് മാർക്കറ്റില്ല നമ്മുടെ സമൂഹത്തിൽ. ഇസ്ലാമിക് രാഷ്ട്രങ്ങളിൽ സൗദി അറേബ്യ പോലെയുള്ള, അതുപോലെ ഖത്തർ പോലെയുള്ള രാഷ്ട്രങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അവിടെയുള്ള LP തലത്തിൽ വിദ്യാർത്ഥികൾക്ക് അസ്മാഉൽ ഹുസ്ന പഠിപ്പിക്കാറുണ്ട്. എന്തെങ്കിലും ഇന്റർവ്യൂ ഒക്കെ നടക്കുമ്പോൾ അസ്മാഉൽ ഹുസ്ന അറിയോ എന്ന് ചോദിക്കാറുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നിന്ന് അത് എടുത്തുപോയിരിക്കുന്നു. അല്ലാഹ് പറയുന്നു നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സ്ഥാപിക്കാം. റസൂല് പറയുന്നു, റസൂലുള്ളാഹി പറയുന്നു നിങ്ങൾ സ്വർഗത്തിൽ തന്നെയാണ് അസ്മാഉൽ ഹുസ്നയുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഇങ്ങനെ അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ചുള്ള നല്ല ധാരണയോടുകൂടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനകൾ മഹാന്മാരായ അമ്പിയാക്കന്മാർ എങ്ങനെയാ നിർവഹിച്ചത്? റസൂലുള്ളാഹി നമ്മോട് പറഞ്ഞു, അള്ളാഹ് നമ്മോട് പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിന് ഉത്തമമായ നാമങ്ങളുണ്ട്, ആ നാമങ്ങൾ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തോ. അല്ലാത്തവരോടല്ല ദുആ ചെയ്യാൻ പറയുന്നത്. മഹാനായ അബൂന അബുൽ ബശർ ആദം അലൈഹിസ്സലാം റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. സൂറത്ത് അറാഫിൽ കാണാം. മഹാനവറുകൾ പറയുന്നു, റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് ക്രമം തെറ്റുന്ന പ്രവർത്തനമുണ്ടായിപ്പോയി, ഞങ്ങൾക്ക് നീ പുറത്തു തരണം, ഞങ്ങൾക്ക് നീ റഹ്മത്ത് ചെയ്യണം. ഇല്ലെങ്കിൽ ലനകൂന മിനൽ ഖാസിരീൻ, ഞങ്ങൾ ഹതഭാഗ്യരാകും, നട്ടക്കാരാകും റബ്ബേ. റബ്ബേ എന്ന് പറഞ്ഞ ആദം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്. എന്നാൽ ചില ദുർബലമായ ലഈഫായ തള്ളിക്കളയേണ്ട ഹദീസുകൾ എന്ന് പറയുന്ന റസൂലുള്ളാഹിയുടെ പേരിൽ കെട്ടിയുണ്ടാക്കിയ ഹദീസുകളിൽ ആദം അലൈഹിസ്സലാം നബിയെ കൊണ്ട് തവസ്സുൽ ചെയ്തു എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. ദുർബലമാണ്. പരമ്പരയിലൂടെ ആർക്കും അത് ഇന്നുവരെ സ്ഥാപിക്കാൻ സാധ്യമല്ല. അതുപോലെ നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ നമുക്ക് കാണിച്ചു തരുന്നു. ചുരുക്കി പറയട്ടെ, ഖുർആനിൽ ഒരുപാട് നബിമാരുടെ പ്രാർത്ഥനകളുണ്ട്. ഒരുപാട് പ്രാർത്ഥനകൾ ഖുർആനിൽ കാണാം. ഒരു പ്രാർത്ഥനയെങ്കിലും അല്ലാഹു അല്ലാത്തവരോട് ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയില്ല. നൂഹ് അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നു, റബ്ബി ഇന്ന ഖൗമി കസ്സബൂൻ. റബ്ബേ, എന്റെ ജനത എന്നെ കളവാക്കി. റബ്ബേ, ഫഫ്തഹ് ബൈനി വബൈനഹും ഫത്ഹൻ വനജ്നി വമൻ മഅയ മിനൽ മുഅ്മിനീൻ. എന്നെയും എന്നോട് കൂടെയുള്ള ആളുകളെയും നീ രക്ഷപ്പെടുത്തണം റബ്ബേ. മഹാനായ നൂഹ് അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന ആദം നബിയെ എന്നെ രക്ഷപ്പെടുത്തണമേ എന്നല്ല. നൂഹ് അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത്, നൂഹ് അലൈഹിസ്സലാം അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചപ്പോ അല്ലാഹുവിനും പരാതിയില്ല. നൂഹേ, നീ എന്നോട് മാത്രം പ്രാർത്ഥിക്കുന്നത് ശരിയല്ല എന്ന് മഹാനായ നൂഹ് അലൈഹിസ്സലാമിനോടും അല്ലാഹു പറയുന്നില്ല. അതുപോലെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം 5 നേരം നമസ്കാരങ്ങളിൽ നമ്മൾ അദ്ദേഹത്തിന്റെ മഹാനവറുകളുടെ പേര് പറയുന്നു. ആ ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു മകനില്ല, കുട്ടിയില്ല. ആ സന്ദർഭത്തിൽ സങ്കടമുണ്ട്. സങ്കടം ആരോട് പറയുന്നു? റബ്ബിനോട് പറയുന്നു. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. പടച്ചവനെ, സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു കുട്ടിയെ എനിക്ക് നൽകണം റബ്ബേ എന്ന് പറഞ്ഞ് അല്ലാഹുവിനോട് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു. അല്ലാഹും മഹാനവറുകളോട് പരാതി പറഞ്ഞില്ല, ഇബ്രാഹിം, നിന്റെ പ്രാർത്ഥന എന്നോട് മാത്രമായി പോയി, മറ്റ് പ്രവാചകന്മാരെ വിളിച്ചിട്ടൊന്ന് പ്രാർത്ഥിച്ചോ എന്ന രൂപത്തിലും അല്ലാഹുവിന് പരാതിയില്ല. അതുപോലെ മഹാനായ നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതാരോടാ സഹോദരങ്ങളെ? ഖുർആൻ പറയുന്നു, അവ അയ്യൂബ ഇദ്നാദാ റബ്ബഹു. അയ്യൂബ് അലൈഹിസ്സലാം തന്റെ റബ്ബിനോട് ദുആ ചെയ്തപ്പോൾ, തന്റെ റബ്ബിനെ വിളിച്ചപ്പോൾ, അന്നീ മസ്സനിയൽ ദുർറു വ അൻത അർഹമുർ റാഹിമീൻ. റബ്ബേ, എനിക്ക് വലിയ പ്രയാസമുണ്ട് റബ്ബേ, എനിക്ക് അനുഗ്രഹം ചെയ്യണം റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന. അതുപോലെ നബിയുല്ലാഹി യൂനുസ് അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന ഖുർആൻ പറയുന്നു, ഫനാദാ ഫിൽ ദുലുമാത്ത്
യൂനുസ് അലൈഹിസ്സലാം സമുദ്രത്തിന്റെ ആഴക്കടലിന്റെ ആഴിയിൽ കിടക്കുന്ന വലിയ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് യൂനുസ് അലൈഹിസ്സലാം പറയുകയാണ്, അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ എന്ന് പറഞ്ഞ് റബ്ബിനോട് മാത്രം അവന്റെ തൗഹീദ് പ്രഖ്യാപിക്കുന്ന പ്രാർത്ഥന യൂനുസ് അലൈഹിസ്സലാം നടത്തിയപ്പോൾ അല്ലാഹ് പറഞ്ഞില്ല, യൂനുസേ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നത് ശരിയല്ല, വേറെയും കുറച്ച് ആളുകളെ കൂട്ടി പ്രാർത്ഥിക്കണമെന്ന് യൂനുസ് നബിയോട് പറഞ്ഞില്ല. അതുപോലെ ലൂത്ത് അലൈഹിസ്സലാം മഹാനവരുടെ പ്രാർത്ഥന ഖുർആൻ പഠിപ്പിക്കുന്നു. ലൂത്ത് അലൈഹിസ്സലാം എന്താ പ്രാർത്ഥിച്ചത്? റബ്ബി നജ്ജിനി വാഹിലി മിമ്മാ യഅമലൂൻ. പടച്ചവനെ, എന്നെയും എന്റെ അഹിലുകാരെയും ഈ അക്രമികളുടെ, ഈ തോന്നിവാസികളുടെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം തമ്പുരാനെ എന്ന് പറഞ്ഞപ്പോ അല്ലാഹു പറഞ്ഞോ ലൂത്ത് നബിയോട്, നിന്റെ പ്രാർത്ഥന എന്നോട് നേരിട്ടായി പോയി, അത് ശരിയായില്ല. പ്രാർത്ഥനയാകുമ്പോ വേറെയും ചില ആളുകളെ വിളിക്കണം എന്ന് പറഞ്ഞോ? ഇല്ല. മറിച്ച് അല്ലാഹു ലൂത്ത് അലൈഹിസ്സലാമിനോട് പറയുന്നത് ഫനജ്ജൈനാഹു വഅഹ്ലഹു അജ്മഈൻ. ലൂത്ത് അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, അല്ലാഹുവിനോട് മാത്രമുള്ള പ്രാർത്ഥന റബ്ബ് കേട്ടപ്പോ ഫനജ്ജൈനാഹു വഅഹ്ലഹു അജ്മഈൻ, ലൂത്ത് അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും നമ്മൾ രക്ഷപ്പെടുത്തി അല്ലാഹ് പറയുന്നു. ലൂത്തേ, അല്ലാഹുവിനോട് മാത്രമുള്ള പ്രാർത്ഥന സുന്നത്ത് ജമാഅത്തിന്റെ ബൗണ്ടറിക്ക് പുറത്താണ് എന്നല്ല പറഞ്ഞില്ല. അതുപോലെ സക്കരിയ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിൽ കാണാം. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബതൻ ഇന്നക സമീഉദ് ദുആ. ദുആ കേൾക്കുന്ന റബ്ബേ, പ്രാർത്ഥന കേൾക്കുന്ന റബ്ബേ, എനിക്ക് നീ ഒരു സന്താനം നൽകണം റബ്ബേ, നല്ല കുട്ടിയെ നൽകണം റബ്ബേ എന്ന് സക്കരിയ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നു. അല്ലാഹു യഹ്യ അലൈഹിസ്സലാമിന് നൽകുന്നു. അവിടെയും പറഞ്ഞില്ല, സക്കരിയ നിന്റെ പ്രാർത്ഥന നേരിട്ട് അല്ലാഹുവിനോടായി, അല്ലെങ്കിൽ വെറും അല്ലാഹുവിനോടായി, പരാതിയില്ല. അതുപോലെ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. എന്താ യൂസുഫ് നബി പറയുന്നത്? റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്വീൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. പടച്ച തമ്പുരാനെ, നീ എനിക്ക് ആധിപത്യം നൽകി, അതുപോലെ സ്വപ്ന വ്യാഖ്യാനത്തിന് നടത്താനുള്ള അറിവ് നൽകി. ഈ ആകാശഭൂമികളുടെ സൃഷ്ടാവായ റബ്ബേ, ഈ ലോകത്തും പരലോകത്തും എന്റെ രക്ഷിതാവ് നീയാണ് റബ്ബേ. എന്നെ തവഫനി മുസ്ലിമൻ, മുസ്ലിമായി നീ എന്നെ മരിപ്പിക്കണമേ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സാലിഹീങ്ങളിലേക്ക് നീ എന്നെ ചേർക്കണം റബ്ബേ എന്ന് പറഞ്ഞ് നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമുള്ള പ്രാർത്ഥന. അതുപോലെ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഖാല റബ്ബി ശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഫിർഔൻ ലഅനത്തുല്ലാഹിയുടെ അടുക്കൽ ചെന്ന് തൗഹീദ് പറയാൻ വേണ്ടി റബ്ബിന്റെ കൽപ്പന. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുകയാണ്, റബ്ബേ എന്റെ ഹൃദയം വിശാലമാക്കിക്കൊണ്ട എന്റെ കാര്യം എളുപ്പമാക്കി തരണം, എന്റെ നാവിന്റെ കെട്ടിക്കുടുക്കുകൾ തീർത്തു തരണം, എങ്കിൽ യഫ്ഖഹു ഖൗലി, ഞാൻ പറയുന്നത് അവർ മനസ്സിലാക്കും റബ്ബേ എന്ന് പറഞ്ഞ് നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചപ്പോ അല്ലാഹ് പറഞ്ഞില്ല മൂസ മറ്റുള്ളവരോടും പ്രാർത്ഥിക്കണം. അതുപോലെ യൂസുഫ് അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, സക്കരിയ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, ആദം നബിയുടെ പ്രാർത്ഥന, നൂഹ് നബിയുടെ പ്രാർത്ഥന, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന, അയ്യൂബ് നബിയുടെ പ്രാർത്ഥന, യൂനുസ് നബിയുടെ പ്രാർത്ഥന, ലൂത്ത് നബിയുടെ പ്രാർത്ഥന, ഇങ്ങനെ കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാരുടെയും പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിക്കാനാണ് പഠിപ്പിച്ചു തന്നത്.